iFlow Honey Magic Oven powered by V-Guard Kitchen Appliances and Tasty Nibblesലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാം ഭക്ഷണശീലത്തിൽ സാധാരണയായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും ഒരു മീൻ കറിയെങ്കിലും ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കൊഴുവ എന്ന് പറയുന്നൊരു മീനിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. കൊഴുവ എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ കൊഴുവ പറയും, ചില ഭാഗങ്ങളിൽ നിന്ന് വളരെ നല്ലതാണ്, ഫുൾ ഓഫ് കാൽഷ്യമാണ്. അതിൻ്റെ കാര്യം നമ്മൾ അത് കഴിക്കുന്നത് അതിൻ്റെ നടുക്കുള്ള മുള്ളോട് കൂടിയാണ്, അത്രയും ചെറിയ മുള്ളാണല്ലോ. അപ്പോൾ അതിന് കിട്ടുന്ന ഗുണം വളരെ വളരെ വലുതാണ്. അപ്പോൾ നെത്തോലി പീരയായിട്ടുണ്ടാക്കാം, പിന്നെ നെത്തോലി കറിയായിട്ടുണ്ടാക്കാം, നെത്തോലി ഫ്രൈ ആയിട്ടുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മളിന്ന് കൊഴുവ അഥവാ നെത്തോലി കൊണ്ടൊരു വിഭവം തയ്യാറാക്കുന്നു. ഇത് നെത്തോലി അഥവാ കൊഴുവ കൊണ്ടുള്ള ഉലർത്ത്. അപ്പോൾ കൊഴുവ ഉലർത്തെന്ന് നമുക്കിതിന് പേരിടാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഴുവ അഥവാ നെത്തോലി 1/2 കിലോ, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 വലുത് ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി 25 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവ പൊടിച്ചത് 1/4 ടീസ്പൂൺ, തേങ്ങ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ടൊമാറ്റോ 3 വലുത് ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1/2 കപ്പ്. ഇനി മാരിനേഷന് വേണ്ട ചേരുവകൾ: മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കൊഴുവ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ഒരു 1/4 വരെ ആകാം, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിരിയൻ മുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെന്താ, കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്. സാധാരണ ഒരു മാരിനേഷനാണ്. നമ്മളൊരു മീൻ വറുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാത്രം ഒന്ന് മാറ്റാം, കുറച്ചുകൂടെ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട്, അപ്പോൾ 1/4 ടേബിൾ സ്പൂണാണ് നമ്മൾ പിരിയൻ മുളകിൻ്റെ പൊടി ചേർക്കുന്നത്. 1/4 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, നമുക്ക് എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട്. വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പില ഈ സ്റ്റേജിലും കൂടെ വേണമെങ്കിലും ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇരിക്കട്ടെ, സ്വാദ് കൂടുകയുള്ളൂ. അങ്ങനെ മസാല പുരട്ടിയ നെത്തോലി മീൻ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് സമയത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നെത്തോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കാം. ഞാനൊരു പരന്ന പാത്രം എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെളിച്ചെണ്ണ എന്നാണ് അളവ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് എണ്ണ എടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. പക്ഷേ നമുക്ക് കുറച്ചൊഴിച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് എന്ന് തന്നെ പറയാം. വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട്, ഒരുപാട് മൂപ്പിക്കണ്ട, എന്നാൽ മൂക്കണം. അപ്പം എണ്ണ ചൂടായി തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് ഇത് ഇച്ചിരി വലിയ നെത്തോലിയാണ്, അതുകൊണ്ട് എളുപ്പമാണ് കാര്യങ്ങൾ. കുറച്ചുകൂടി കൊഴുവ അഥവാ നെത്തോലിയാണിത്. ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇങ്ങനെ വലിയ നെത്തോലിക്ക് പറയുന്നത് നെത്തോലി എന്നാണ്. അപ്പം നെത്തോലിയെല്ലാം പാകത്തിന് മൂത്തു. 2 പ്രാവശ്യമായിട്ടിട്ട് നമ്മൾ വറുത്ത് പോരുക. അപ്പോൾ ഈ ഒരു കളറിൽ എടുക്കുക, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഓവർ ക്രിസ്പി അല്ല, എന്നാൽ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി. എന്നിട്ട് അതേ അടുപ്പിലേക്ക് തന്നെ വേറൊരു ചുവട് കെട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഈ എണ്ണ ബാക്കിയുണ്ടല്ലോ, ആ എണ്ണയിൽ നിന്നും നല്ല ചൂടായി കിടക്കുന്ന എണ്ണ, അതിൻ്റെ മട്ടി വേണ്ട, അടിയിലുള്ള ആ ഭാഗം കുറച്ച് മൂത്ത് കിടക്കില്ല. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തരും. അല്ലെങ്കിൽ ആ എണ്ണ മാത്രം കുറച്ച് എടുക്കുക. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ എണ്ണ നല്ല ചൂടായി. അപ്പോൾ ചൂടായി കിടന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാകും. അപ്പോൾ 1 ടീസ്പൂൺ കടുക്. ആദ്യം കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, പിന്നെന്താ പച്ചമുളക് ഒരു 3 വലിയ പച്ചമുളക്, ഇച്ചിരി എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 എണ്ണം, അത് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്. അതോടൊപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളി
കൊച്ചുള്ളിയാണ് ഒരു വിഭവത്തിന് സ്വാദ് കൂടുതൽ കൊടുക്കുന്നത്. അത് കൊച്ചുള്ളിയും കൂടി ചേർക്കാം. ഇതൊരു 25 ചെറിയ ഉള്ളി എടുക്കുക. എന്നിട്ട് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കുക ചെറിയ ഉള്ളി. ഇപ്പം തന്നെ നല്ലൊരു മണം വന്നു തുടങ്ങി. കാര്യം ഇത് നല്ല വെളിച്ചെണ്ണയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. ഈ വെളിച്ചെണ്ണയിൽ മീൻ വറുത്ത എണ്ണയാണ്, അപ്പോൾ അതിൻ്റേതായ സ്വാദ് വേറെ. ഒരു ചില്ലി ഓയിൽ പോലെ ചെറിയൊരു ഓറഞ്ച് കളറുള്ള എണ്ണയാണ്. ഇതൊന്ന് മൂക്കട്ടെ. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഇതൊന്ന് വാടി തുടങ്ങിയല്ലോ, വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു ഇടത്തരം സവാള വേണ്ടത്. സവാളയും കൂടി ചേർക്കാം. എല്ലാം കൂടി വരുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പാകത്തിന് മൂക്കട്ടെ. ഒന്ന് വാടണം, ഒന്ന് മൂക്കണം, നിറം മാറാൻ തുടങ്ങണം. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ഈ ഒരു സ്റ്റേജിലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പിന് വേണ്ട ഉപ്പ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ നെത്തോലി ഉലർത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നെത്തോലി വറുത്ത് വെച്ചു, ബാക്കി കാര്യങ്ങളെല്ലാം വഴറ്റിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് പാകത്തിന് മൂത്ത് വരട്ടെ. അതുവരെ വഴറ്റിയ ഒരു ഷോർട്ട് മാജിക്. ഇപ്പോൾ സവാളയുടെയും ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് പാകത്തിന് മൂത്ത് ഒരു ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഈ സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ. ഒന്ന് തേങ്ങാക്കൊത്ത്, തേങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്. ഇതൊരു 3/4 മുതൽ 1 കപ്പ് വരെ ആകാം. അത് നമ്മളുടെ ഇഷ്ടമാണ് എത്ര ചേർക്കുന്നു എന്നുള്ളത്. എത്രത്തോളം ചേർത്താലും നല്ല ഒരു ടേസ്റ്റാണല്ലോ. എങ്കിലും ഒരു 3/4 കപ്പ് വരെ ആകാം. അതിനോടൊപ്പം പിന്നൊരു കാര്യം, കറിവേപ്പില. കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടി ചേർക്കാം. എല്ലാം നല്ല മണവും രുചിയും തരുന്ന കാര്യങ്ങളാണ്. കറിവേപ്പിലയുമായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി എന്താ, ഈ മണമൊക്കെ വരുന്ന ഈ കാര്യത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് കുറച്ച് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. ഇതും എരിവിന് ആവശ്യാനുസരണമാണ്. നമ്മൾ നിറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് നെത്തോലി വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. എന്തായാലും 1 ടേബിൾ സ്പൂൺ, 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ആ എരിവ് എത്ര വേണം അതനുസരിച്ച്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും ചേർത്തു. ഒത്തിരി മൂക്കുന്നതിന് മുമ്പ്, ഒരുപാട് ഓവറായിട്ട് മൂത്ത് പോകരുത്. ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇപ്പോൾ 3 വലിയ ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയെല്ലാം നല്ല മണം വരുന്നു. ടൊമാറ്റോയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. അപ്പോൾ ടൊമാറ്റോ ഒന്ന് വാടി ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന ഒരു പാകം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉപ്പെല്ലാം വേണമെങ്കിൽ ഈ സ്റ്റേജിൽ വീണ്ടും ചേർക്കാം. നോക്കിയിട്ട് എത്ര ഉപ്പ് വേണം അതനുസരിച്ചിട്ട്, കുറവുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ടൊമാറ്റോ വാടട്ടെ, വാടി ഒന്ന് കുഴഞ്ഞ് വരട്ടെ. അതാണ് നമ്മൾ നോക്കുന്ന ആ ഒരു പാകം. ഇപ്പോൾ ടൊമാറ്റോ വാടി ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞ് വരുന്നൊരു പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ മതി, ധാരാളം. മീനല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഉലുവാപ്പൊടി നല്ലതാണ്. ഇപ്പോൾ ഉലുവാപ്പൊടിയുടെ ഒരു മണവും കൂടി വരും. ഇനിയാണ് നമ്മളുടെ കൊഴുവ ഉലർത്തൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു പാകത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണം, നെത്തോലി അഥവാ കൊഴുവ, എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. അങ്ങനെ നമ്മുടെ കൊഴുവ ഉലർത്തിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെത്തോലി അഥവാ കൊഴുവ ഉലർത്തിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ സ്വാദ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്വാദാണ്. വളരെ നാടനായിട്ടുള്ള നല്ല സ്പൈസി, നല്ല സ്വാദുള്ള വിഭവം. അപ്പോൾ ഇത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിലെപ്പോഴും വാങ്ങുന്നൊരു സാധനമാണ് നെത്തോലി അഥവാ കൊഴുവ. ഇങ്ങനെയും ചെയ്യാമല്ലോ, നമുക്ക് എപ്പോഴും ഒരേ പാറ്റേൺ വേണ്ട, മാറി മാറി ചെയ്യാം. പിന്നെ ഇത് നല്ല ചോറിൻ്റെ കൂടെ, നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ഇത് കൂടാതെ കപ്പ വേവിച്ചതിൻ്റെ കൂടെയും വളരെ ഗംഭീരമായിരിക്കും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം, ദോശ, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. എന്തായാലും വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല.
കൊഴുവ ഉലർത്തിയത്. തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. കൊഴുവ ഉലർത്ത് ചേരുവകൾ: കൊഴുവ അഥവാ നെത്തോലി 1/2 കിലോ കഴുകി വൃത്തിയാക്കിയത്, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി 25 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, തേങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, ടൊമാറ്റോ 3 വലുത് ചെറുതായി അരിഞ്ഞത്, ഉപ്പ് പാകത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1/2 കപ്പ്. മാരിനേഷന് വേണ്ട ചേരുവകൾ: പിരിയൻ മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി പാകം ചെയ്യുന്ന രീതി: കഴുകി വൃത്തിയാക്കിയ കൊഴുവയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് അരമണിക്കൂർ സമയം മാറ്റിവെക്കുക. അതിനുശേഷം ചൂടായി കിടക്കുന്ന 1/2 കപ്പ് വെളിച്ചെണ്ണയിൽ കുറേശ്ശെയിട്ട് വറുത്തു മാറ്റുക. ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുത്ത് മറ്റൊരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള, തേങ്ങാക്കൊത്ത്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഈ ചേരുവകൾ ഒന്ന് വാടി മൂത്തു തുടങ്ങുമ്പോൾ തീ അല്പം കുറച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും ചേർത്ത് വഴറ്റുക. പൊടികൾ മൂത്തു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞതും അല്പം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുക. ടൊമാറ്റോ വാടി കുഴയാൻ തുടങ്ങുമ്പോൾ വറുത്തു വെച്ചിരിക്കുന്ന കൊഴുവയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് സമയം വഴറ്റി അടുപ്പിൽ നിന്നും മാറ്റുക. കൊഴുവ ഉലർത്ത് തയ്യാർ. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡെസേർട്ട് ഐറ്റമാണ്, ഒരു പുഡിങ്ങാണ്. ഇത് ജെലോ വാനില ക്രീം പുഡിങ്. ആ പേരില്ലേ, ഒരു ജെലോ എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി പ്ലസ് ഒരു വാനില ക്രീം കൂടെ ചേർന്ന് വരുന്ന ഒരു പുഡിങ്ങാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, സ്വാദിൻ്റെ കാര്യത്തിൽ മുന്നിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജെല്ലോ വാനില ക്രീം പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജെല്ലി 1 പാക്കറ്റ്, വിപ്പിംഗ് ക്രീം 1.5 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1 ടിൻ, പശുവിൻ പാൽ 2 കപ്പ്, ജെലാറ്റിൻ 2.5 ടേബിൾ സ്പൂൺ, തണുത്ത വെള്ളം 1/4 കപ്പ്, തിളയ്ക്കുന്ന വെള്ളം 1/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഫസ്റ്റ് കാര്യം, ഒരു 2.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഐസ് വാട്ടർ, ഏതാണ്ടൊരു 1/4 കപ്പ് ഐസ് വാട്ടർ ഒന്നിളക്കി കുതിരാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ ജെലാറ്റിൻ കുതിരാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി അടുത്തത് ജെല്ലി. ജെല്ലി എന്ന് പറയുമ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഏത് തരം ഫ്ലേവറും ആകാം. ഞാനിപ്പോൾ ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടി സ്ട്രോബെറി ജെല്ലിയാണ് വാങ്ങിച്ചത്, ജെല്ലി ക്രിസ്റ്റൽസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പല ടൈപ്പ് കിട്ടും. ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന ടൈപ്പാണെങ്കിൽ പല കമ്പനീസ് പല രീതിയിലുള്ള ജെല്ലി ക്രിസ്റ്റൽസാണ് ഇറക്കുന്നത്. അപ്പോൾ ഈ ഞാൻ വാങ്ങിയിരിക്കുന്ന പാക്കറ്റിൽ ഇങ്ങനെ ഒരു പൊടി പോലെ ഇരിക്കുന്ന ജെല്ലി ഉണ്ടാവും. അതിനോടൊപ്പം ഒരു സെപ്പറേറ്റ് സാഷേ കൂടി കാണും, ഒരു ചെറിയൊരു പാക്കറ്റ്. അതിനകത്തുള്ള കാര്യവും ഇതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കും. അത് കുറച്ച് ഫൈനായിട്ടുള്ള വൈറ്റ് കളറിലെ പൗഡർ. ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചൊരു പാത്രത്തിൽ ആദ്യം വയ്ക്കാം, മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കുക. അപ്പോൾ നമ്മളൊരു അടുപ്പ് എത്തിച്ചു കൊടുക്കാം. അളന്ന് വെച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം, 2.25 കപ്പ് വെള്ളം, 2.25 കപ്പ് വെള്ളമുണ്ട്. നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ വെള്ളം നല്ല വെട്ടി തിളച്ച് കഴിഞ്ഞു. ഇനി തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ജെല്ലി മിക്സ് പൗഡർ അതിനകത്തേക്ക് ഒഴിക്കാം. ഒരു 5 മിനിറ്റ് സമയം കൊടുത്തിട്ട് ഒഴിച്ചാലും മതിയാകും. അത്ര ചൂടോടെ ഒഴിക്കണം നിർബന്ധമില്ല. ഒരല്പം ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ് ഒഴിച്ചാലും മതി. അപ്പോൾ നല്ലതായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും ഇതാണ് നമ്മൾ പുഡിംഗ് തയ്യാറാക്കാനായി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പാത്രം. ഈ ഒരു മോൾഡാണ്, ഈ ഒരു ഷേപ്പിൽ വരാനായിട്ട്. ഇങ്ങനത്തെ ഒരു ഡിസൈനോട് കൂടി നമ്മളുടെ പുഡിങ് ഡിമോൾഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലെയർ പോലെ കുറച്ച് ഈ മിക്സ് ഒഴിക്കാം. ഇതിൻ്റെ പകുതിയോളം ഒഴിക്കാം. വേറൊരു പരന്ന ഒരു കുറച്ചുകൂടി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ്, ഏതെങ്കിലും ഒരു ഷേപ്പുള്ള ഒരു പാത്രത്തിലേക്ക്
ഇങ്ങനെ ജെല്ലി ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റാകും. റൂം ടെമ്പറേച്ചറിൽ തന്നെ ചില പാക്കറ്റ്സിലുള്ള ജെല്ലി പെട്ടെന്ന് സെറ്റാകും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു അല്പസമയം വയ്ക്കുക, ഇത് ഉറച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റാം, ഉറക്കാനായിട്ട് മാറ്റാം. നമുക്ക് സമയം കുറവാണല്ലോ, അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടത്? അത് സെറ്റ് ആയിക്കോളൂ. ആ സമയം കൊണ്ട് നമ്മൾ മറ്റു കാര്യം കൂടെ ചെയ്യണം. നമ്മുടെ ജലറ്റിൻ നല്ല കുതിർന്നിരിക്കുവാണ്, സോഫ്റ്റായിട്ട്. അത് ഇനി തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി അലിയിക്കണം. അപ്പോൾ വെള്ളം നല്ല വെട്ടി തിളച്ചു തുടങ്ങി. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മുടെ കുതിർന്നിരിക്കുന്ന ഈ ജലറ്റിനിലേക്ക് ഒഴിക്കണം. 3/4 കപ്പ് തണുത്ത ഐസ് വാട്ടറിലാണ് നമ്മൾ 2.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ കുതിരാനായിട്ട് വെച്ചത്. ഇപ്പം 3/4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്തു. അപ്പോൾ ഇത് അലിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ വാനില ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഈ നമ്മുടെ പുഡിങ്ങിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം 1.5 കപ്പ് അളവ് പറഞ്ഞത് വിപ്പ് ചെയ്തതിന് ശേഷമല്ല, വിപ്പ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ വിപ്പിംഗ് ക്രീം 1.5 കപ്പ് അളന്ന് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം, പതപ്പി. വിപ്പിംഗ് ക്രീം ഏതാണ്ട് ഫ്ലഫി ആയിട്ട് വന്നു, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടിൻ മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ 1 ടിന്നും ഒഴിക്കുകയാണ്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് തോന്നും കുറച്ച് സ്വീറ്റ്നെസ് കൂടുതലാകുമോ എന്നൊരു സംശയം തോന്നും, പക്ഷേ ഇല്ല, കുഴപ്പമില്ല, എല്ലാം കഴിയുമ്പോൾ ശരിയാവും. ഇപ്പോൾ വിപ്ഡ് ക്രീം 1.5 കപ്പ് എടുത്ത് വിപ്പ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം കാണും. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒന്ന് യോജിക്കും. ഇനി നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതൊരു വാനില ക്രീമാണല്ലോ, ഒരു ഫ്ലേവറിന് വാനില എസൻസ്. ഇപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുവാണ്, പക്ഷെ നമുക്ക് ഇത്രയും തിക്ക് വേണ്ട. നമ്മളിത് ജലറ്റിൻ ചേർത്തിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും തിക്നെസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താ ചെയ്യണം? നമ്മളിതിലേക്ക് ഏകദേശം ഒരു 2 കപ്പ് പാലും കൂടി ചേർക്കാം, ചേർത്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇത് ലൂസാകും. ഇനിയാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ് ഏജൻറ്റ് ചേർക്കുന്നത്. വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് പാലൊഴിച്ചു. ഇനി നമ്മളുടെ അലിഞ്ഞിരിക്കുന്ന ജലറ്റിൻ ഇപ്പോൾ നല്ല ലൂസായിട്ട് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞു, ചൂടെല്ലാം പോയി. ഇനി അതും ഇതിനകത്തേക്ക് ഒഴിക്കും. അതൊരു 3/4 കപ്പ് തണുത്ത വെള്ളത്തിലാണ് നമ്മൾ ജലറ്റിൻ കുതിരാനായിട്ട് വെച്ചത്, അതും ചേർത്തു. അപ്പോൾ നന്നായിട്ട് യോജിപ്പിക്കും, ഇളക്കി യോജിപ്പിക്കും. പുഡിങ്ങിന് വേണ്ട പുഡിംഗ് മിശ്രിതം ഇവിടെ റെഡിയാണ്. പിന്നെ ജെല്ലി ലെയറും റെഡിയാണ്. ഇത് നമ്മൾ പരന്ന പാത്രത്തിൽ ഒഴിച്ച് വെച്ചത് സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇരിക്കുന്ന ജെല്ലി ഇത് മുറിക്കണം, ചെറിയ ക്യൂബ്സായിട്ട് മുറിക്കണം. അത് ക്യൂബ്സായിട്ട് മുറിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഇനി നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി, ജലറ്റിൻ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ഈ സെറ്റായിരിക്കുന്ന ജെല്ലിയുടെ മുകളിലേക്ക് ഒഴിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ജെല്ലി പീസസും കൂടി ഇടാം. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെല്ലി സ്ക്വയർസ് അതുള്ളിലേക്ക് പല ഭാഗത്തേക്കും ഉൾക്കൊള്ളും. ഇനി നമ്മളിത് വീണ്ടും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നു, ഉറക്കാൻ. അങ്ങനെ നമ്മുടെ ജെല്ലോ വാനില ക്രീം പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. അത് അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഡിമോൾഡ് ചെയ്യേണ്ടത്. ആ പാത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് വെച്ച് ഡിമോൾഡ് ചെയ്യുക. അപ്പോൾ നല്ല ഒരു ഷേപ്പിൽ, ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ ഏറ്റവും ടോപ്പിൽ ആ ജെല്ലിയുടെ ഒരു ലെയറും താഴോട്ട് ആ വാനില ക്രീം പുഡിങ്ങിൻ്റെ ലെയറുമായിട്ട് കിട്ടും. ഇനി അത് ഇഷ്ടത്തിനുള്ള ആകൃതിയിൽ മുറിച്ച് ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ സെറ്റായ പുഡിങ്ങിൽ നിന്നും നമുക്ക് പീസസ് ആയിട്ട് ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ജെല്ലിയുടെ പീസസ് സ്ക്വയർ പീസസിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ആ വൈറ്റ് വാനില ക്രീമിൻ്റെ ആ പോർഷനിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ജെല്ലിയുടെ കഷ്ണങ്ങളും കാണാൻ സാധിക്കും. മുകളിൽ ഒരു ലെയർ ഓഫ് ജെല്ലി. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് നമ്മൾ വിളമ്പുകയാണെങ്കിൽ. അങ്ങനെ ഒരു കസാട്ടയൊക്കെ കൊടുക്കുന്ന പോലെ കൊടുക്കാം.
എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വിളമ്പേണ്ടത്. അപ്പോൾ നല്ലതായിട്ട് ഉറച്ച് കിട്ടും. ഈ അളവിൽ നിന്നും 2.5 ടേബിൾ സ്പൂൺ ജലറ്റിനും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ഈ മെഷർമെൻറ്റ് തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും നന്നായിട്ട് വരും, എല്ലാവർക്കും ഇഷ്ടമാവും. ജെല്ലോ വാനില ക്രീം പുഡിംഗ്. ജെല്ലി 1 പാക്കറ്റ്, വിപ്പിംഗ് ക്രീം 1.5 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1 ടീൻ, പശുവിൻ പാൽ 2 കപ്പ്, ജലറ്റിൻ 2.5 ടേബിൾ സ്പൂൺ, തണുത്ത വെള്ളം 1/4 കപ്പ്, തിളയ്ക്കുന്ന വെള്ളം 1/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി പാകം ചെയ്യുന്ന രീതി. 2.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ജെല്ലി പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ജെല്ലി തയ്യാറാക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ജെല്ലിയുടെ പകുതി ഭാഗം പുഡിംഗ് മോൾഡിൽ ഒഴിച്ച് സെറ്റാക്കാൻ വയ്ക്കുക. ബാക്കി പകുതി പരന്ന ഒരു പാത്രത്തിൽ ഒഴിച്ച് അതും സെറ്റാക്കാനായി വയ്ക്കുക. മറ്റൊരു പാത്രത്തിൽ 1.5 കപ്പ് വിപ്ഡ് ക്രീം നന്നായി അടിച്ച് പതപ്പിക്കുക. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും 2 കപ്പ് പാലും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുതിർന്ന ജലറ്റിനിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി അലിയിക്കുക. ഇങ്ങനെ അലിയിച്ച ജലറ്റിൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽക്കൂട്ടിലേക്ക് ഒഴിച്ചിളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് വാനില എസൻസും ചേർക്കുക. ഇനി ഇതിലേക്ക് പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലി ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചതും ചേർക്കുക. ഈ മിശ്രിതം ജെല്ലി ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് മോൾഡിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. പാകത്തിന് സെറ്റായി കഴിഞ്ഞാൽ ഡീമോൾഡ് ചെയ്ത് വിളമ്പാവുന്നതാണ്. ജെല്ലോ വാനില പുഡിംഗ് തയ്യാർ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നൂടെ കാണാം.